ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ദീപാവലിയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം, ലൈക്ക് അടിക്കണം, എല്ലാം ചെയ്യണം. ഇന്ന് ദീപാവലി ദിവസമാണ്. ഞങ്ങളുടെ മകളുടെ വീട്ടിൽ വെച്ചാണ് ദീപാവലി ആഘോഷിക്കുന്നത്. പേരക്കുട്ടി ഒരു മോഡലായതുകൊണ്ട് തന്നെ പല സാധനങ്ങളും അവന് ഫ്രീ ആയിട്ട് പല വ്യവസായികളും കൊടുത്തിട്ടുണ്ട്. കേക്ക്, വസ്ത്രം, പടക്കങ്ങൾ, ഇതുപോലുള്ള പല സാധനങ്ങളും വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അവിടെ വെച്ചാണ് ഈ പ്രാവശ്യം ദീപാവലി ആഘോഷിക്കുന്നത്. ദീപാവലിയുടെ ഐതിഹ്യം പല പ്രദേശങ്ങളിലും പല രീതിയിലാണ് അവതരിപ്പിക്കപ്പെടാറുള്ളത്. പ്രധാനമായും ശ്രീരാമൻ സീതാദേവിയെ ലങ്കയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നതിൻ്റെ സന്തോഷമാണ് ദീപാവലിയുടെ ഐതിഹ്യത്തിൽ പ്രധാനപ്പെട്ടത്. സീതാദേവിയെ അയോധ്യയിൽ എത്തിച്ചതിനു ശേഷം അവിടെയുള്ള പ്രജകൾ സന്തോഷം കൊണ്ട് മധുരപലഹാരങ്ങൾ നൽകിയും ദീപങ്ങളെക്കൊണ്ട് അലങ്കരിച്ചും പടക്കങ്ങൾ പൊട്ടിച്ചും ഒക്കെയാണ് ആഹ്ലാദം പ്രകടിപ്പിച്ചത്. പ്രധാനമായും 5 ദിവസങ്ങളായിട്ടാണ് ദീപാവലി ആഘോഷിക്കാറുള്ളത്. ദീപാവലിയോടനുബന്ധിച്ച് വീടുകളെല്ലാം വൃത്തിയാക്കി കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് മധുരപലഹാരങ്ങൾ നൽകി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പടക്കം, പൂത്തിരി, കമ്പിത്തിരി, ചക്രവാണം ഇതുപോലുള്ള പല സാധനങ്ങളും കത്തിച്ചുകൊണ്ടാണ് ആഘോഷിക്കാറുള്ളത്. കൂടാതെ ചില സ്ഥലങ്ങളിൽ രംഗോലി വീടിൻ്റെ മുറ്റത്ത് മനോഹരമായി തയ്യാറാക്കി അത് ദീപാകൃത അലങ്കാരമായിട്ടും കൂടി അലങ്കരിച്ച് നടത്താറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ദീപങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. മുറ്റത്ത് പിന്നെ പടക്കങ്ങൾ പൊട്ടിക്കുന്നുണ്ട്. ഒരുപാട് കമ്പിത്തിരികളും പടക്കങ്ങളും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴയുടെ ശല്യമുള്ളത് കൊണ്ട് തന്നെ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഈ പടക്കങ്ങളൊക്കെ വലിയ വലിയ തരത്തിലുള്ള പടക്കങ്ങളാണ്. ആകാശത്ത് പോയി പല കളർഫുള്ളായിട്ട് വരുന്ന പടക്കങ്ങളുണ്ട്. ഇതൊന്നും പൊട്ടിക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് കഴിയില്ല. അതുകൊണ്ട് അടുത്ത ബന്ധത്തിൽപ്പെട്ട കുട്ടികളെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഈ പരിപാടിയിലേക്ക്. കുറച്ച് പേരൊക്കെ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. മഴ കാരണം ഇത് പടക്കം പൊട്ടിക്കാനൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കമ്പിത്തിരിയും പൂത്തിരി അതുപോലുള്ള സാധനങ്ങളൊക്കെ പൊട്ടിക്കാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഇവിടെ കുട്ടികളിങ്ങനെ കമ്പിത്തിരി, പൂത്തിരി, മത്താപ്പ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ പൊട്ടിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ള വലിയ വലിയ പൊട്ടിക്കലുകളൊക്കെ നടത്തുന്നത് ചെറുപ്പക്കാരായ കുട്ടികളാണ്. ഒരുപാട് പടക്കങ്ങൾ നമുക്ക് ഈ ഇതിൽ നോക്കിയാൽ കാണാം. പിന്നെ എത്രയോ പൊട്ടിക്കാൻ കിടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് മധുരപലഹാരങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേക്ക് മുറിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഈ കാണുന്ന മകനാണ് ഇതിൻ്റെയൊക്കെ ആള്. അവന് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനങ്ങളാണ് ഇതെല്ലാം. അവൻ മീഷോ, ഫ്ലിപ്കാർട്ട്, പിന്നെ മിന്ത്ര ഇതുപോലുള്ള വലിയ വലിയ ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ മോഡലാണ്. പിന്നെ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പം എല്ലാ ശനിയും ഞായറും സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ അവൻ സിനിമ അഭിനയിക്കാൻ പോകാറുണ്ട്. അവൻ്റെ പേര് ദേവിക് വേദാംഗ് എന്നാണ്. അവൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മഞ്ചേരി അമൃത വിദ്യാലയത്തിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
അച്ഛനും അമ്മയൊക്കെ ടീച്ചേഴ്സാണ്. അവരെ വീട്ടിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. മൂത്ത മകളും ഭർത്താവും കുട്ടിയുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷത്തിൽ ഒരു ദീപാവലി ആഘോഷം നടത്താൻ കഴിഞ്ഞു. അത് വീടുകളെല്ലാം ഞങ്ങൾ അലങ്കരിച്ച് ഇതാക്കിയിരിക്കുകയാണ്. മഴ കാരണം അല്പം ബുദ്ധിമുട്ടുണ്ട്. എല്ലാം കത്തുന്നില്ല. ഇപ്പം കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്, പക്ഷെ കത്തി കിട്ടണില്ല. എല്ലാവരും കൂടെ കത്തിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ്. പിന്നെ ചെറിയൊരു പരിപാടിയൊക്കെ ഞങ്ങൾ അവിടെ നടത്തിയിരുന്നിട്ടുണ്ട് കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഈ പരിപാടിയെല്ലാം കഴിയുമ്പോഴേക്കും സമയം കുറേ വൈകിയിരുന്നു. അതോടുകൂടി അവരെല്ലാം വീട്ടിലേക്ക് തിരിച്ചുപോയി.